നമസ്കാരം. നമ്മളുടെ പത്രമാറ്റിൻ്റെ കഥ ഇന്നത്തെ എങ്ങനെയെന്ന് വെച്ചാൽ, അതായത് ഇന്ന് 16/1/25 കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനാമിക വരികയാണ് കേട്ടോ. ഇവിടേക്ക് അനാമിക അടി കൊണ്ടിട്ട് ഓടി വരിക അവനാൻ്റെ വീട്ടിലേക്ക്. സ്വന്തം വീട്ടിൽ വന്നിട്ട് അമ്മോട് പറയുകയാണ്, എന്താ മോളേന്ന് ചോദിക്കുകയാണ് രേവതി. അപ്പോൾ പറയും, ഇതെന്താ മോളെ മുഖത്ത് പറ്റുമ്പോൾ അവളെന്നെ തല്ലിയതാണ്. ആ നയനയുടെ അനിയത്തി നന്ദു എന്നെ തല്ലി അമ്മ, എന്നെ തല്ലിയ മാത്രം എന്നെ ഇട്ട് ചവിട്ടി, എനിക്ക് മേല് മുഴുവൻ വേദനയാണെന്ന് പറയും. അയ്യോ അതെന്തിനാ അങ്ങനെ ചെയ്തത്, എന്താ പറ്റിയ, എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴേക്കും വേണു വരും. എന്താ സംഭവം എന്ന് ചോദിക്കും. അപ്പോൾ പറയും, അവളെന്നെ തല്ലി, അനി അവളുടെ പിന്നാലെ പോയത് ഞാൻ ചോദ്യം ചെയ്തു. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ അമ്മയും അനിയുടെ അമ്മയും അമ്മായി ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാളും കൂടെ പോയിട്ട്, ഞങ്ങൾ മൂന്നാളും കൂടെ പോയത്. അവിടെ പോയിട്ട് അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ അവളെന്നെ പിടിച്ച് തല്ലിയതാന്ന് പറയും. അപ്പോൾ പറയും, അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, ഇതിപ്പോൾ എന്താപ്പോൾ ഇത് കഥ, ഇതെന്താ വെള്ളരിക്കപ്പെട്ടാണോ എന്നൊക്കെ ചോദിക്കും. അതിരിക്കട്ടെ, എന്താണിത് തല്ലാൻ കാരണം, എങ്ങനെ ഒരു കാരണം വേണമല്ലോ, ഇപ്പോൾ വെറുതെ ഒരാളെ തല്ലില്ലല്ലോ. അപ്പോൾ അതെന്താ കാരണം വെച്ചാൽ, ഒന്നുമില്ല, ഞാൻ അവളുടെ ചേച്ചീനെ നയനെ പിടിച്ചിട്ട് തള്ളുകയല്ലേ, അതാണ്. അങ്ങനെ വരട്ടെ എന്ന് പറയും. അപ്പോൾ പറയും, അച്ഛനല്ലെങ്കിൽ എല്ലാം അങ്ങനെ തന്നെയാണ്, എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്, എന്നെ ആരെന്ത് ചെയ്താലും എന്താ അച്ഛൻ അങ്ങനെയല്ലല്ലോ ചിന്തിക്കുക എന്നറിയും. എന്നാലും ഇത് ഞാൻ എന്തായാലും അങ്ങനെ വെറുതെ വിടാൻ പറ്റിയിട്ടില്ല. പക്ഷെ നിന്നെ ഇങ്ങനെ തല്ലുമ്പോൾ അനിയുടെ അമ്മയും അമ്മയും ഒക്കെ നടന്നുമ്പോൾ അവരാരും ഒന്നും മിണ്ടിയില്ലായിരിക്കും. ഇല്ല, അവരാരും ഒന്നും പറഞ്ഞില്ല എന്നറിയാം. അത് ശരിയല്ലല്ലോ, അങ്ങനെ എന്നാൽ ഇപ്പോൾ ഞാൻ ചോദിച്ചിട്ട് തന്നെ ഉള്ളൂ ബാക്കി കാര്യം എന്ന് പറഞ്ഞിട്ട് വേണു അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ പോണ സമയത്ത് അവരെല്ലാവരും കൂടെ അമ്പലത്തിൽ നിൽക്കുക. അബി, അനി, ആദർശ്, അച്ഛന്മാർ ഒക്കെ കൂടെ അമ്പലത്തിൽ നിന്ന് തൊഴുത് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ പൂജാരി വന്ന് അവർക്ക് ഇതൊക്കെ കൊടുക്കുമ്പോൾ, നിങ്ങൾ ഇതിന് പോകാൻ പറ്റിയില്ലേ, മകരവിളക്കിനും പോകാൻ പറ്റിയില്ലല്ലേ, സാറില്ല 20-ാം തീയതി വരെ നാളെ തുറന്നിരിക്കും, ഇനിയിപ്പോൾ പോയാലും മതി എന്ന് പറയുകയാണ്. അപ്പോൾ ശരി, പോയി വരൂ, എല്ലാ ഇതും ഉണ്ടാവും, നിങ്ങൾ പോയി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ അതുപോലെ നടക്കട്ടെ എന്നൊക്കെ അങ്ങനെ പ്രാർത്ഥിച്ച് പോരുകയാണ്. അങ്ങനെ തന്നെ ആവട്ടെ എന്നൊക്കെ പറയും. പിന്നെ മരുമകളുടെ അമ്മ നിത്യം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അസുഖമായി കിടക്കുന്നവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കും, വഴിപാട് കഴിക്കും, മൃത്യുഞ്ജയ ഹോമം കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ അബിയുടെ മനസ്സിൽ എപ്പോഴും കുരുട്ട് ചിന്തയല്ലേ ഉണ്ടാവുള്ളൂ. അബി മനസ്സിൽ എന്തൊക്കെയോ പറയുകയും ചെയ്യും. അവിടുന്ന് പിന്നെ ഇവരെല്ലാവരും കൂടെ പോവുകയാണേ. അത് കഴിഞ്ഞ് നമ്മളെ പിന്നെ ആദർശനെ കാണിക്കുന്നത് നയനോട് സംസാരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നതാണ്. അപ്പോൾ നയനോട് ഇങ്ങനെ പറയും, എന്താണ് മലയ്ക്ക് പോണ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ പറയും, ആദർശേട്ടൻ എന്ത് തോന്നിയാലും വേണ്ടില്ല, ഞാൻ ആദർശേട്ടൻ പോയി വന്നു കഴിഞ്ഞാൽ തന്നെ ഞാൻ അങ്ങോട്ട് വരില്ല, അമ്മ വിളിക്കാണ്ട് ഞാൻ അങ്ങോട്ട് വരില്ല. അതെന്തപ്പോൾ അങ്ങനെയെന്ന് പറയുമ്പോൾ, അത് അങ്ങനെയാണ് ആദർശേട്ടൻ പോയിട്ട് വരൂ, ആദ്യം മലയ്ക്ക് പോയിട്ട് വരൂ എന്നൊക്കെ പറയും. അങ്ങനെയൊന്നും ഓരോന്നും പറയല്ലേ നീ, നീ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്ന് താമസിക്കും, അല്ലേ അങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ വന്ന് താമസിക്കും. അത് ആദർശേട്ടന് വേണമെങ്കിൽ താമസിക്കാമല്ലോ, അത് ആദർശേട്ടൻ്റെ സ്വന്തം വീടാണല്ലോ, അപ്പോൾ ആദർശേട്ടന് തീർച്ചയായിട്ടും ഇവിടെ വന്ന് താമസിക്കാം എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ അകത്തേക്ക് വാ, ഞാൻ എന്തായാലും ദക്ഷിണ കൊടുക്കട്ടെ എന്നറിയാം. അച്ഛന് കടയിൽ നിന്ന് അവിടുന്ന് കണ്ടപ്പോൾ അച്ഛൻ അവിടുന്ന് കൊടുത്തുള്ളൂ, ഇനി അമ്മയ്ക്ക് കൊടുക്കട്ടെ അറിയാം. അപ്പോൾ അമ്മയെ വിളിക്കാം, മോനെ എന്ന് പറഞ്ഞിട്ട് വേഗം കനക അങ്ങോട്ട് വരുമ്പോൾ, അച്ഛന് ഞാൻ ദക്ഷിണ അവിടുന്ന് കടയിൽ നിന്ന് കണ്ടപ്പോൾ അവിടുന്ന് കൊടുത്തു കേട്ടോ, ഇനിയിപ്പോൾ അമ്മയ്ക്ക് തരാമെന്നിട്ട് അങ്ങനെ ദക്ഷിണ കൊടുക്കുകയാണ്. ദക്ഷിണ കൊടുത്തിട്ട് പോയി പ്രാർത്ഥിക്കും, പോയി വാ, എല്ലാം ശരിയാവും മോനെ, ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട അറിയും. പിന്നെ നന്ദുവിനോട് പറയും, നന്ദു നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ പറയും, ആദർശേട്ടൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, നിങ്ങൾ രണ്ടാളും ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാം ആദർശേട്ടൻ അമ്മയുടെ എല്ലാ ഇതും തെറ്റിദ്ധാരണകളും മാറാനും ഒക്കെ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയും. അപ്പോൾ പറയും, എന്തായാലും ആദർശമോൻ വന്നു കഴിഞ്ഞാൽ മോളെ അങ്ങോട്ട് പോണ കാര്യം എങ്ങനെയെന്ന് നോക്കുമ്പോൾ പറയും, ഇല്ല അമ്മ വരുന്നില്ല, എല്ലാവർക്കും വാശിയല്ലേ, അമ്മയ്ക്ക് വാശിയാണ്, ഇതിപ്പോൾ നയനയ്ക്ക് വാശിയാണ്. അപ്പോൾ അതെ, ഞാനിനി അമ്മ വിളിക്കണം, ഞാൻ അങ്ങോട്ട് വരില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പോൾ ശരി, ഇനി എന്തായാലും ഞാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞാൽ അയാൾ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോരുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് അയാൾ ആദർശ് പോകുമ്പോഴേക്കും കാണിക്കുന്നത് എന്താ, നമ്മുടെ ദേവയാനി കുറേ പൈസയും പിടിച്ചിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ആദർശം ഇങ്ങോട്ട് ഇറങ്ങി വരും. അപ്പോൾ പറയും, എന്താ അമ്മ ചോദിക്കും, മോനെ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, ഇത് എന്തിനാ അമ്മയെ ചോദിക്കും. ഇത് ആ മോൾക്ക്, ആ കുട്ടിക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചത്, ഞാൻ അവിടുന്ന് പ്രാർത്ഥിച്ചിരുന്നു, ആ കുട്ടിക്ക് ഒരു ആപത്തും വരുത്തരുതെന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു, ഭണ്ണാരത്തിലിടാൻ കാണിക്കാൻ വഞ്ചിയിൽ ഇടാൻ വേണ്ടിയിട്ടാണ്
പിന്നെ നമ്മൾ കൊടുത്ത ചെക്കോ അവർ മാറിയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇതിനിപ്പോൾ അവരുടെ അനുവാദം വേണ്ടല്ലോ, അത് ഞാൻ പ്രാർത്ഥിച്ചതല്ലേ. 5100 രൂപ ഉണ്ട് മോനെ, അത് കാണിക്കുവഞ്ചി കൊണ്ടുപോയി ഇടണം എന്ന് പറയും. അപ്പോൾ ആയിക്കോട്ടെ അമ്മേ ഞാൻ ഇടാം എന്ന് പറയും. നീ പിന്നെ അവരെ കണ്ടു വെച്ചപ്പോൾ ഇല്ല അമ്മേ ഞാൻ ഇനി പോയിട്ട് വന്നിട്ടേ അവരെ കാണുള്ളൂ എന്ന് പറയും. അപ്പോൾ പറയും എന്തായാലും അവരത് വാങ്ങിയില്ലല്ലോ, പൈസ അവർ ആ പൈസ മാറ്റിയെടുത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ അങ്ങനെ അതിനെ പറ്റിയാവും ചർച്ച. അപ്പോൾ പറയും എന്തായാലും പിന്നെ ഒരു കാര്യമുണ്ട് അമ്മയെന്ന് പറയും. അപ്പോൾ ആദർശ് അപ്പോൾ എന്താ മോനെ എന്ന് ചോദിക്കും. ഒന്നുമില്ല അമ്മേ, ഞങ്ങൾ മലയ്ക്ക് പോയി വന്ന ശേഷം അമ്മ നയനീനെ ഒന്ന് വിളിക്കണം, നയനെ അമ്മ വിളിച്ചാലേ വരുള്ളൂ എന്ന് പറയുന്നുണ്ട് അറിയാം. അതെന്തായാലും ഉണ്ടാവില്ല. എന്നാൽ പിന്നെ അങ്ങനെയാണെങ്കിൽ അവൾ ഒരിക്കലും ഇങ്ങോട്ട് വരവുണ്ടാവില്ല. ഞാൻ വിളിച്ചിട്ട് എന്തായാലും അവൾ വരില്ല. പിന്നെ നിനക്ക് നിർബന്ധമായിട്ട് കൂട്ടിക്കൊണ്ടുവന്ന് അവിടുന്ന് പോകാമെന്ന് പറയാനായിട്ട് എനിക്ക് പറ്റില്ല, കാരണം ഇതെൻ്റെ വീടല്ലല്ലോ എന്നിങ്ങനെ പറയും ദേവിയാനി. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അവളവിടെ നിൽക്കുന്ന പോലെ തന്നെ നിൽക്കട്ടെ എന്നുള്ളതിൽ തന്നെയാണ് സംസാരിക്കുക. അങ്ങനെ അപ്പോൾ അല്ല അമ്മ അവളൊരു പാവാണ് എന്നൊക്കെ പറയും. നീ എന്തിനാ മോനെ ഇപ്പോൾ ഒരു വഴിക്ക് പോകുന്ന സമയത്ത് എന്നോട് ഇങ്ങനെ എന്നെ വിഷമിപ്പിക്കുന്ന തരത്തിൽ നീ എന്തിനാ സംസാരിക്കുന്നത്, നീ പോകാൻ നോക്കുക അറിയും. അപ്പോൾ പിന്നെ ശരി അമ്മ ഞാനെന്നാൽ അങ്ങോട്ട് ഇടയ്ക്ക് എല്ലാം ഒരുങ്ങിയിട്ട് അമ്മ അങ്ങോട്ട് വരികയല്ലേ എന്ന് ചോദിക്കും. ഞാൻ അങ്ങോട്ട് വരാം, നീ നടന്നോ, ഞാനിപ്പോൾ അങ്ങോട്ട് വരാമെന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ പിന്നെ കാണിക്കുന്നത് വേണു ഇങ്ങനെ എന്താ പറയുക പടവാളൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് വരികയാണ്, എങ്ങോട്ട് നന്ദാവനത്തേക്ക്, അതായത് നയനയുടെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മുടെ നയനയുടെ അച്ഛനിരുന്ന് ഇങ്ങനെ ചായ കുടിക്കുന്നുണ്ടാവും. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവരുടെ പോണയുടെ കാര്യങ്ങളും എല്ലാം കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ് വരുന്നത്. അപ്പോൾ ഇവരിങ്ങനെ നോക്കുമ്പോൾ കാറൊക്കെ നിർത്തി ഹോണൊക്കെ അടിച്ചിട്ടൊക്കെയാണ് വരുന്നത് കേട്ടോ. എന്നിട്ടും കിട്ടില്ല. എന്താ നിങ്ങളുടെ ഉദ്ദേശം? എൻ്റെ മോളെ തല്ലിയത് എവിടെ, നിങ്ങളുടെ എന്താണ് ആൺവേഷം കെട്ടി നിൽക്കുന്ന മകളെവിടെ, എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ട് ചെല്ലുക. അപ്പോൾ അറിയാം നിങ്ങൾ എന്തറിഞ്ഞുകൊണ്ടാണ് ഈ സംസാരിക്കുന്നത്, അവളിവിടെ അല്ല, അവൾ കടയിൽ പോയിരിക്കുകയാണ് അറിയുക. അപ്പോൾ അവിടുന്ന് പിന്നെ പറയുക നിങ്ങൾക്ക് അറിയില്ല എൻ്റെ മോളെ, നിങ്ങളെ മക്കളെ വളഞ്ഞ വഴി കൂടെയാണ് അവിടെ കയറ്റിയത്. ഇനി നിങ്ങളെ 3 മക്കളും മറ്റേ അനന്തപുരി തറവാട്ടിലേക്ക് കൊടുത്തു എന്ന് പറയാൻ വേണ്ടി പൊങ്ങച്ചം പറയാൻ വേണ്ടി നടക്കുകയാണോ നിങ്ങൾ എന്നൊക്കെ ചോദിച്ച് വീട് ഭയങ്കര കത്തിക്കാറില്ല. അപ്പോൾ നയന പ്രതി അങ്കിൾ ഞങ്ങൾ വേണ്ട മാന്യത എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, എല്ലാവരോടും വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ട് തന്നെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഞങ്ങളോട് ഇങ്ങനത്തെ സംസാരിച്ച് ഞങ്ങൾ സ്ഥാനം മറന്നു പോകും എന്നൊക്കെ പറയുക. നിങ്ങൾ എന്തൊക്കെ പറയും, വെറുതെ ഒന്നല്ലല്ലോ, മോള് വിവരങ്ങളൊന്നും പറഞ്ഞില്ലേ, എൻ്റെ മോളെ പിടിച്ച് തള്ളിയിട്ടാണ്, അവൾ സുഖമില്ലാണ്ടിരിക്കുകയാണ്, അവളെ പിടിച്ച് തള്ളിയിട്ടാണ് എൻ്റെ മോളെ നന്ദു തല്ലിയത്, അത് മോളെ സ്വഭാവം നേരെയാക്കാൻ നോക്കുന്നൊക്കെ ഇങ്ങനെ നല്ല കണക്കിന് മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ല എന്താ നിങ്ങളുടെ മോൾക്ക് ഇത്ര വലിയ അസുഖം എന്നൊക്കെ ചോദിച്ചിട്ട് ചാടിക്കളിക്കുക. അപ്പോൾ ഇപ്പം ഞാൻ പോകും ഇങ്ങനെയൊക്കെ നമ്മളൊക്കെ കാണാം. നമ്മൾ നന്ദു വരുന്നു, നന്ദുവിനെ കാണുമ്പോൾ അയാൾക്കൊരു ഭയം, നന്ദുവിനെ കാണുമ്പോൾ അയാൾ ഇങ്ങനെ പേടിച്ച പോലെ നിൽക്കുകയാണ് കേട്ടോ. കാരണം അപ്പോൾ അയാളെ മനസ്സിൽ പോകുന്നത് എന്താണെന്നറിയാമോ, ഇവരെ ഉണ്ടകളൊക്കെ അടിച്ചോടിക്കുന്നതാണ് അയാളുടെ മനസ്സിൽ വരുന്നത്. അഥവാ ഇനിയിപ്പോൾ അവളെങ്ങാനും ഇയാൾക്ക് അതൊരു പേടിയുണ്ട്, ഇനി എങ്ങനെ അടി കിട്ടുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ നന്ദു ഇങ്ങനെ കടയിൽ പോയിട്ട് ഒരു കുറച്ച് കവറുകളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഞാനും വിചാരിച്ചു എന്താ വരാത്തെന്നുള്ളത്, വന്നല്ലോ മകൾ വന്ന് പരാതി പറഞ്ഞപ്പോൾ അത് കേട്ടും കൊണ്ട് ഓടി വന്നവർക്കാവണല്ലേ. പിന്നെ ഒരു കാര്യമുണ്ട്, എൻ്റെ ചേച്ചിയോടോ എൻ്റെ അമ്മയോടോ അച്ഛനോടോ നിങ്ങളുടെ മോളെ ആരായാലും മോശമായി സംസാരിച്ചാൽ കേട്ടോട് ഞാൻ നിൽക്കൊന്നുമില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നീ എന്ത് ചെയ്യുന്നറിയാം, ഞാൻ അപ്പം കാണിച്ചിട്ട് മോൾക്ക് കിട്ടിയില്ല അതുപോലെ കിട്ടും, ഞാൻ പ്രായം നോക്കി കണക്കിന് കൊടുക്കും നന്ദു കേട്ടോ. അങ്ങോട്ട് പോകാൻ നോക്കുന്നറിയാം, ഇതേ എൻ്റെ സ്വഭാവം മഹാമോശമാണ്, ഇത് 3 കൂടി ഞാൻ ചവിട്ടിക്കുട്ടി ഒരു മൂലക്കിലിടും എന്നൊക്കെ പറയുമ്പോൾ കനക എങ്ങനെ തട്ടുകയാണ് ദേഹത്ത്, വേണ്ട മോളെ എന്നുള്ളതിൽ. അപ്പോൾ അങ്ങനെ പിന്നെ അതുകൊണ്ട് മര്യാദയ്ക്ക് നിൽക്കാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ മെക്കിട്ട് കയറാൻ വരരുത് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ വീട്ടുകാരുടെ മെക്കിട്ട് കയറാൻ വരരുത് അറിയാം. അപ്പോൾ പണമില്ലാത്തവൻ്റെ അഹങ്കാരി, പണമില്ലാത്തവൻ പണമുള്ളവനോടെ അഹങ്കാരത്തിന് വരികയാണെന്നൊക്കെ പറഞ്ഞിട്ട് വീണ് അവിടെ നിന്നിട്ട് വലിയ വർത്തമാനം പറയും, കാണിച്ചു ചേട്ടൻ ഞാൻ അത് വെറുതെ വിടില്ല പറഞ്ഞാൽ ആ ചെല്ലിന്നൊക്കെ പറഞ്ഞ് കണ്ട് വിടണം. അങ്ങനെയായോ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വീണ് ഇങ്ങനെ ചാടിക്കളിച്ച് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അത് ഇന്ന് കഴിഞ്ഞ് പിന്നെ അത് നല്ല വിറ്റ പിന്നെ അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് ഭാഗ്യം അവൾ കാരണം അവളോട് ഉടക്കാതെ നിന്ന് അവളെ എന്നെ എങ്ങാനും കഴിഞ്ഞ നാണക്കേടായിരുന്നു. അതെന്തായാലും അവളുടെ അടുത്ത് ഒന്ന് കിട്ടിയ മാതിരി ഉണ്ടാവും, ഇങ്ങനെ സ്വയം മനസ്സ് പറഞ്ഞിട്ട് വേഗം കാറ് കയറി പോവുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ഇവരെല്ലാവരും കൂടെ മലയ്ക്ക് പോകാൻ വേണ്ടി മുദ്ര കിട്ടുകയാണ്, മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുദ്ര നിറയ്ക്കുന്നതാണ്, കാര്യം മുത്തശ്ശൻ എല്ലാവർക്കും മുദ്ര നിറച്ച് കൊടുക്കുന്നതാണ് ഇതിൽ. അങ്ങനെ അവിടുന്ന് ശരണം വിളി കഴിഞ്ഞ് എല്ലാവരും കൂടെ മലയ്ക്ക് പോകുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ നമ്മുടെ ദേവ്യാനായിട്ട് കണ്ണിങ്ങനെ നിറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ.
വളരെ സങ്കടത്തോടു കൂടിയിട്ടാണ് അവരിങ്ങനെ കയറി നോക്കി ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡാണ്. തരക്കേടില്ല, നല്ല രസമായിട്ട് പോയിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ ആരും മിസ് ചെയ്യരുത്, കാരണം ഇന്ന് എപ്പിസോഡ് വന്നപ്പോൾ തന്നെ ലേറ്റ് ആയിരുന്നു കേട്ടോ, ഫോണില്ല. അപ്പോൾ ഓക്കെ, എല്ലാവരും പത്രമായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഞാൻ ഒരുപാട് പുതിയ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ കണ്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഒന്ന് ലൈക്ക് അടിക്കുകയും ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുകയും ചെയ്യണേ. പിന്നെ വീണ്ടും പുതിയൊരു കഥയായിട്ട് നാളെ വരാം. താങ്ക് യു.